വലിയ അത്ഭുതകരമായ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ലിശഫാഅത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ്. സഹോദരികളാണ് അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതിലും അതിൽ മെമ്പർമാരുള്ളതും സഹോദരികളാണ്. അതിൻ്റെ ഉപഗ്രൂപ്പുകളായി മറ്റു പല ഗ്രൂപ്പുകളുമുണ്ട്. ഈ ലിശഫാഅത്തി റസൂലില്ല എന്ന ശഫാഅത്ത് ഗ്രൂപ്പിൽ നിന്നാണ്, അതിൻ്റെ അനുബന്ധ ഗ്രൂപ്പുകളിലും നിന്നാണ് നമ്മൾ ഇന്ന് നൽകപ്പെടുന്ന നിസ്കാരക്കുപ്പായം, അതുപോലെ മുസല്ല, ഈ രണ്ട് സാധനവും നമുക്ക് നൽകപ്പെടാൻ വേണ്ടി കിട്ടിയത്. മാഷാ അല്ലാഹ്. വലൈക്കും സലാം. അപ്പൊ ലിശഫാഅത്തി റസൂലില്ല എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക. മാഷാ അല്ലാഹ്. ആ ഗ്രൂപ്പിൽ നിന്നാണ് ഇന്ന് നൽകപ്പെടുന്ന നിസ്കാരക്കുപ്പായം മുസല്ലയ്ക്ക് നമുക്ക് നൽകിയത് ഓരോ സഹോദരികളും. ഒരുപാട് മുഅ്മിനാത്തായ ഉമ്മമാരും സഹോദരികളും ബീവികളൊക്കെ അതിലുണ്ട്. അവര് സ്വലാത്ത് ചെല്ലുന്ന വിഷയത്തിൽ അതീവ തൽപരരാണ്. അങ്ങനെ സ്വലാത്ത് ലക്ഷങ്ങൾ ചൊല്ലി മറ്റുള്ളവരെ കൊണ്ട് ചെല്ലിപ്പിച്ചു, അത് മാസത്തിൽ ഒരിക്കൽ കണക്ക് കൂട്ടി ഏതെങ്കിലും ഒരു ഉസ്താദിനെ കൊണ്ട് ദുആപ്പിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ്, വർഷത്തിൽ ഒരിക്കൽ ആ സ്വലാത്ത് ചൊല്ലിയവരുടെ കണക്കുകളൊക്കെ എടുത്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരെ ഉംറക്ക് കൊണ്ടുപോകുക എന്നൊരു പരിപാടി കഴിഞ്ഞ വർഷം മുതൽ തുടക്കം കുറിച്ചതാണ്. ഫ്രീ ആയിട്ട് ഉംറക്ക് കൊണ്ടുപോകുക. അങ്ങനെ കഴിഞ്ഞ വർഷം അഹ്ദലിയ ഉംറ സർവീസിന് കൂടെ, അഹ്ദലിയ ഉംറ സർവീസിൽ ആ ലിശഫാഅത്തി റസൂലില്ല എന്ന ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അധികമായി സ്വലാത്ത് ചൊല്ലിയ ആളെ നമ്മൾ ഫ്രീ ആയിട്ട് ഈ ഗ്രൂപ്പിന്റെ കീഴിൽ കൊണ്ടുപോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ വർഷവും എല്ലാവരുടെയൊക്കെ അഭിപ്രായം അവരുടെ അടിയിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ 12 ലക്ഷത്തിൽ പരം സ്വലാത്ത് ഒരു വർഷം ചൊല്ലിയ ഉമ്മമാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പേര് മാത്രം എഴുതി ഒരു അളുക്കിലിട്ട് പരസ്യമായി നറുക്കെടുത്ത് ആരാണോ ഈ വർഷത്തെ ഫ്രീ ആയി ഉംറ സർവീസിനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നവർ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കണം. അവർ നൂറുകണക്കിന് 1000-ലേറെ ഉമ്മമാരും സഹോദരികളും അതിലുണ്ട്. 12 ലക്ഷത്തിൽ പരം സലാത്ത് ചെല്ലിയവരെ അതിലുള്ളൂ. അതിൽ നിന്ന് തന്നെ ഉംറക്ക് പോകുമ്പോൾ മഹ്റമില്ലാത്ത പലരും മാറി നിന്നു. അപ്പൊ ചുരുക്കത്തില് ഈ ഒരു വർഷം മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. സയ്യിദ് ഇസ്മായിൽ ബുഖാരി കടലുണ്ടി ഒന്നരായ സയ്യിദ് അവറുകൾ നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി എത്തി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എൻ്റെ വന്നരായ ഉസ്താദിൻ്റെ അനുജ സഹോദരൻ കൂടെയാണ്. പടച്ചുറബ് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു തആല നൽകട്ടെ. ദീനി ഖിദ്മത്തിന് വേണ്ടി, ദീനി സേവനത്തിന് വേണ്ടി അവർക്കും നമുക്കൊക്കെ അല്ലാഹു വലിയ തൗഫീഖ് അല്ലാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കുന്നു. ഇതിലധികം സ്വലാത്തു ചൊല്ലിയ സഹോദരികളിൽ നിന്ന് ഉംറക്ക് വേണ്ടി റെഡിയുള്ളവരെ മാത്രം അവരെ പേരെഴുതിയ ഒരു കുറച്ച് നറുക്കുകൾ ഇട്ട അതിൽ നിന്ന് നറുക്കെടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് പരസ്യമായി. ഈ ചെല്ലുന്ന കോടിക്കണക്കിന് സ്വലാത്ത് അഷ്റഫുൽ ഖൽക്കിന്റെ റൗദയിലേക്ക് സമർപ്പിക്കാറുള്ളത് മൻഹജിൽ വെച്ച് നടക്കുന്ന സുബഹിയുടെ മുമ്പുള്ള പ്രഭാത മൗലിദിലാണ്. വെള്ളിയാഴ്ച സുബഹിന്റെ മുമ്പ് മൻഹജ് ജുമാ മസ്ജിദിൽ വെച്ചത് നടക്കും. ഈ വലിയൊരു മുബാറക്കായ മജ്ലിസിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ആണ് കബൂലാക്കേണ്ടത്. പടച്ചുറബ് സ്വീകരിക്കുമാറാവട്ടെ.
ഈ തെരഞ്ഞെടുക്കുന്ന സഹോദരിയെ അഹദിലിയ ഉംറ സർവീസിന്റെ കീഴിൽ എപ്പോഴാണ് ഉംറക്ക് പോകുന്നതെങ്കിൽ അപ്പൊ കൊണ്ടുപോകും. ഒരുപക്ഷെ പെട്ടെന്നുണ്ടാകും. ഇനി മോന്റെ കല്യാണം തിരക്കൊക്കെ ആയിട്ട് അല്പം വൈകിയാൽ ചിലപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ഈ വർഷം പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വന്നിരായ സയ്യിദ് അവറുകൾ അവരുടെ മുബാറക്കായ കൈകൊണ്ട് തന്നെ 2 നറുക്കെടുക്കണം എന്ന് എന്നോട് പറഞ്ഞത്. ഒരാൾക്കേ സാധ്യത ഉള്ളൂ. അയാൾ മുടങ്ങുകയാണെങ്കിൽ രണ്ടാമത്. നമ്മളെ ഹജ്ജിനൊക്കെ നറുക്കെടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, സാധ്യതാ പട്ടികയിൽ കുറെ ആളുകളുണ്ടാവും എന്ന മാതിരി. ആദ്യ ഒരാളെ നറുക്കെടുക്കും, അയാൾക്ക് വല്ല അസൗകര്യം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ആളെ പരിഗണിക്കും. അങ്ങനെയൊക്കെയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും അൽഹംദുലില്ലാ ഈ നറുക്ക് ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഒരു സഹോദരിയെ ഫ്രീ ആയിട്ട് ഉംറക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ചെറിയ കേസൊന്നല്ല. നിങ്ങൾക്കറിയാലോ, പല വകയായിട്ട് 1 ലക്ഷം രൂപ വേണ്ടി വരും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആ നറുക്കെടുക്കലേ നമുക്ക്. മാഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. രണ്ടാമത്തെ ഒരു നറുക്ക് സാധ്യതാ പട്ടികയിലുള്ളതാണ്. രണ്ടാമത്തത്. ഒന്നാമത്തെ മുടങ്ങാണെങ്കിൽ അത് യൂസുഫ് അലി നെന്മിനി. ഞാൻ പറയാറുണ്ട്, നേരത്തൊക്കെ പറഞ്ഞല്ലോ, അഹ്ലു ബൈത്തിനെ വല്ലാതെ സ്നേഹിക്കുക. അപ്പൊ മുത്തുനബിന്റെ ഹദറത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ കൈ കൊണ്ടാണെങ്കിലോ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ മാർക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചിലപ്പോൾ ഈ രണ്ടാമത്തെ ആളെ കാരണം ഭാഗ്യവാൻ. ബിസ്മില്ലാഹിർ ഇപ്പൊ കൈ പിടിക്കാനൊന്ന് തുറന്നോക്കട്ടെ. ആദ്യം കെട്ടി തുറന്നോക്കട്ടെ. ബിസ്മില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെ ആദ്യ നറുക്കെടുപ്പിൽ കിട്ടിയത് ഒന്നിരായ സയ്യിദ് അവറുകൾ സുനീറ ഹംസക്കോയ വള്ളിക്കുന്ന്. അപ്പൊ ഹംസക്കോയ വള്ളിക്കുന്നിന്റെ ഭാര്യ സുനീറക്കാണ് ഒന്നാമതായി ഉംറക്ക് പോകാൻ ചാൻസ് കിട്ടിയിരിക്കുന്നത് ഒന്നാമത്തെ നറുക്കെടുപ്പിൽ. മാഷാ അല്ലാഹ്. രണ്ടാമത് നമ്മൾ യൂസുഫ് അലി എടുത്ത രണ്ടാമത്തെ സാധ്യത പട്ടികയിലുള്ളത് റാഷിദ ഹാദിയ ഷെരീഫ് സഖാഫി വൈക്കടവിന്റെ ഭാര്യ. ഷെരീഫ് സഖാഫി വൈക്കടവിന്റെ ഭാര്യ റാഷിദ ഹാദിയ. മാഷാ അല്ലാഹ്. ഒന്നാമത്തെ നേരത്തെ പറഞ്ഞ സുനീറ അല്ലേ? മാഷാ അല്ലാഹ്. കോഴിക്കോട്. അൽഹംദുലില്ലാ 2 സഹോദരികൾക്കും പോകാനുള്ള ഭാഗ്യം അല്ലാഹു തആല കൊടുക്കട്ടെ. ഇതിപ്പോ നറുക്കെടുക്കുമ്പോ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. ആദ്യം ഒന്ന് കിട്ടും, രണ്ടാമത് കിട്ടും, മൂന്നാമത് ആരുപ്പതിലും മോശക്കാരായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സലാത്ത് ചൊല്ലിയവരും ആഗ്രഹിച്ച് പങ്കെടുത്തവർക്കൊക്കെ അള്ളാഹു അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആ പുണ്യഭൂമിയിൽ എത്താൻ അള്ളാഹു വലിയ ഭാഗ്യം അള്ളാഹു നൽകട്ടെ. അൽഹംദുലില്ലാ. പിന്നെ ഇതിങ്ങനെ തന്നെ വെക്കി അങ്ങനെ കൊടുക്കാണ്ടാ. പിന്നെ ഇൻഷാ അല്ലാഹ് സിദ്ദീഖി ആ കൂടുതൽ സലാത്ത് വലിയ പ്രശ്നന്റെ സമ്മാനം കൊണ്ടി കൂടുതൽ സിദ്ദീഖ് സലാത്ത് വലിയില്ലേ? മാഷാ അല്ലാഹ്. ആ ശരിക്കും ഇരിക്കും ഇൻഷാ അല്ലാഹ്.